എപ്പോ നോക്കിയാലും മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കലാ പണി. ഇന്നലെ ഇതിൽ എത്ര കാശുണ്ടായിരുന്നു? എന്ത് ഈ കാശൊക്കെ നീ ചെയ്യണത്? അതന്നെ എനിക്കും അറിയേണ്ടത്. മുമ്പൊക്കെ മാസം തികയുമ്പോ ഒരു സംഖ്യ ബാക്കി ഉണ്ടായിരുന്നല്ലോ. എന്നാ നേരത്തിന് വീട്ടിൽ വരുന്നുണ്ടോ? എവിടെ പുതിയ കേന്ദ്രം? വല്ല നിശാ ക്ലബിലോ അതോ ബാറിലോ? കോയാക്ക, ചോറ് കുറച്ച് കൂടിയാലും കറിക്കൊരു കമ്മി വേണ്ട കേട്ടോ. റസാക്കേ, മെസ്സ് എല്ലാരും കൂടി ആണെങ്കിലും പള്ള അന്റെ എന്നുള്ളൊരു ഓർമ്മ വേണട്ടോ എനക്ക്. ഇനി എവിടുക്ക ഓന് ഈ തിന്നണ്? പച്ചക്കറി സാധനങ്ങളൊന്നും ഓന് പറ്റൂല. ഇറച്ചി തന്നെ എപ്പാ നോക്കിയാലും ഇറച്ചി തിന്നെ. എങ്ങനെ മനുഷ്യന്മാരിതൊക്കെ പാടത്ത് നിന്ന് കൂട്ടണം? എന്താ ചെയ്യാ? എന്താ ഒന്നും റെഡി ആയിട്ടില്ലേ? അല്ലാ, അനക്ക് പണിക്ക് പോരായല്ലേ? ഒരു 10 മിനിറ്റ് കൂടി അപ്പോഴൊക്കെ റെഡിയാവും. എന്നാലേ ഇനി റെഡി ആയാലേ ആ കുമാമിൽക്കാൻ ഇട്ടോളൂണ്ടു. ഇതിനൊന്നും ആവൂലെന്നുണ്ടെങ്കിൽ പെരി പോയിരുന്നൂടെ? മാസം എണ്ണി തരുന്നതേ കാരക്കുരു ഒന്നുമല്ലല്ലോ. പഠിച്ചോനെ പറ്റിച്ചല്ലോ. നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിക്കണേ, ഈ പണിയൊക്കെ ഇവിടെയുള്ളവരെടുത്തോളുന്നു. അല്ലെങ്കിൽ തന്നെ 10-25 ആൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം. അതിന്റെ പുറമെ ഇനി ഇതും കൂടി. അതിന് എന്റെ മനസ്സ് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. പല മക്കളാവുമ്പോ പല സ്വഭാവക്കാരാവൂലേ? എന്താ ചെയ്യാ? 4-5 പെൺകുട്ടികളായി പോയില്ലേ? അപ്പോ കക്കൂസല്ല ഓല ചന്തി വരെ കക്കി കൊടുക്കേണ്ടി വരും. എന്നെ പോലെ പെൺകുട്ടികളുള്ള
എല്ലാ വാപ്പാരും ഗതി തന്നെ. ഇനി ഒരാഗ്രഹം കൂടി ബാക്കിയുണ്ട്. മരിച്ചു കഴിഞ്ഞാല് നിന്റെ പെണ്ണും കളി അടുത്ത് കവറടക്കിയാ മതിയായിരുന്നു. എന്താ അപ്പോഴെങ്കിലും ഓളിന്റെ അടുത്തുണ്ടെന്ന് കരുത. ഇതെന്താ നല്ല പൊലിവിലാണല്ലോ. വല്ലതും കിട്ടിയോ? ഓന്റെ ജീവിതം വിവാഹ പരസ്യം നോക്കി നോക്കി തീരും. വെറുതെ അല്ല ഓന്റെ തടി ഇങ്ങനെ. ഓൻ എത്ര പെരയുന്ന പെണ്ണ് കാണാൻ പോയി ഞണ്ണി പോന്നിക്കണെന്നറിയോ? ഓന്റെ വിചാരം അംജദ് കാണാനാ. അയിനെ അത് ഓൻക്ക് നല്ല. ഇവിടെ വന്ന് പെട്ട ചിലവർക്കൊക്കെ ഞമ്മളെ നാട്ടിലെ പെൺകുട്ടികളെ പറ്റി 100 കുറ്റ. അതുകൊണ്ട് ഇപ്പൊ എന്തായി, ഞമ്മളെ നാട്ടിലെ ബ്രോക്കർമാർക്കൊക്കെ നല്ല കൊയ്ത്ത. ഇത് വിവാഹ പരസ്യമൊന്നും അല്ല, മാർക്ക് ലിസ്റ്റ് വന്നതാ. കുട്ടി തിരക്കുകളില്ല, പോരാത്തതിന് BEdന് 2nd റാങ്കും. ഇതേതായാലും തരക്കടില്ലല്ലോ. അതിന് പെണ്ണിന് അന്യമാടി പറ്റണ്ടേ? ഏതായാലും ഒന്ന് അഡ്രസ് ചെയ്തെടുക്ക. റസിയ ഡോക്ടർ ഓഫ് കോയ, കുന്നത്ത് ഹൗസ്, കോഴിക്കോട്. റസാക്കേ, റസീദേ, ഇതാരാന്നറിയോ? എന്റെ കുട്ടിയാണ്, എന്റെ പുഞ്ഞാറ പോള് റസിയ. റസാക്കേ, ഇത് നേരത്തെ വെച്ചാ വള്ളണ്ടല്ലോ, അതങ്ങോട്ട് ഇറക്കി വെച്ചളാ. ഓൾ ആരാ കെട്ടാൻ പോണെന്നറിയോ? വക്കീല്. ആര്? വക്കീല്. ഇജിങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്നോ? അവസാനം വല്ല പണിയും കിട്ടുമ്പോ അറബി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല അറിഞ്ഞ് പിടിച്ച് പുറത്താക്കും. ഇപ്പൊക്കെ പഠിഞ്ഞില്ലേ ഏകദേശം? പഠിഞ്ഞു. എന്നാ ഇജിലിസ് കും പഠിഞ്ഞു. പിന്നെ ഫെൻ എന്ന് പറഞ്ഞ എന്താ? പങ്കല്ലേ? അതൊക്കെ എപ്പ പഠിച്ചിക്കണു. അപ്പൊ അത് പഠിഞ്ഞു. മുടുക്കൻ. ഇഞ്ഞും പഠിപ്പിച്ചുതരാം, പുതിയ വേർഡാണ്. സൂറ എന്ന് പറഞ്ഞാല് എന്താ അർത്ഥം? വേഗം. അപ്പൊ പാത്തുമ്മ എന്ന് പറഞ്ഞാൽ മെല്ലേന്നർത്ഥം. അപ്പൊ എന്നാ ഞാനൊരു ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കാം. ടെസ്റ്റ് ചെയ്യാണ്. ജീബു കലം. ജീബു കലം. ജീബുകലം. കിട്ടി ഇപ്പൊ കൊണ്ടുവരാം. ഇന്നാ പിടിച്ചോ. എന്താ കാലം? വണ്ടേക്കാ ചവിടുന്ന് പോയൊരു പെണ്ണെടുത്തോണ്ട്. അല്ലളിയാ, ഈ മുണ്ടാപ്പൂച്ച കലടക്കുന്ന എങ്ങനെ പറയാ? മിണ്ടാബിസ കലം കസർ. എന്തിനാ അതൊക്കെ അറിയണത്? അല്ല, എവിടെയൊക്കെ പണിക്കെല്ലുമ്പോ
പറയാലോ. ഇതൊരു കാര്യം ചെയ്തളാ, മുണ്ടാ ബിസ കലങ്കസർ എന്നാണ് പറഞ്ഞാ മതി. എങ്ങനെ? മുണ്ടാ ബിസ കലങ്കസർ. ആ, പക്ഷെ മുണ്ടാ ബിസ കലങ്കസർ. ഏ, ബടെ ബടെ ജയിച്ചോടാ. ഇന്റെ കുട്ടി ടീച്ചറായടാ. ഞാൻ ഇപ്പൊ ആരാ? ടീച്ചറെ വാപ്പ, വക്കീലിന്റെ അമ്മോസാക്ക. അല്ലാ, ടീച്ചർ മരിച്ചാ മതി. അല്ലാ, ഞാൻ ഇത്ര സന്തോഷത്തിലാണെങ്കിൽ ഒരു കാര്യം ഞാൻ മറന്നു. എന്റെ മമ്മാലിത് വിളിച്ചില്ല. ഞാൻ ഏതായാലും ഓനെന്നെ വിളിച്ചിട്ടേ ഇപ്പൊ വരാ. അല്ലാ.